ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ഒരു കാലത്തും കൈവിട്ട് കളയുകയില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 പേര് അവർ പ്രതിസന്ധികളുടെ അകത്തായിരിക്കുകയാണ്. ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി അവർ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി അവർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു നിൽക്കുമ്പോൾ, വിശ്വാസത്തിനു വേണ്ടി അവർ നിലകൊള്ളുന്ന സമയം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരികയാണ്. പ്രതിസന്ധിയുടെ മുമ്പിൽ ആ ആദ്യ സമയത്ത് എവിടെങ്കിലും കർത്താവിനെ കാണുന്നുണ്ടോ? ഇല്ല. രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവുണ്ടോ? കർത്താവിനെ കാണുന്നുണ്ട്. പക്ഷെ പ്രത്യക്ഷമായി കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യക്ഷമായി ഇവിടെ കർത്താവ് ഇറങ്ങി വരുന്നില്ല. അവർക്ക് വേണ്ടി കർത്താവ് വാദിക്കുന്നതായിട്ട് കാണുന്നില്ല. അവരെ പിടിച്ചു കെട്ടുന്ന സമയത്ത് കർത്താവ് ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അദൃശ്യമായ സാന്നിധ്യമുണ്ട്, അത് സത്യമാണ്. തീച്ചൂളയിലേക്ക് ഞാൻ എടുത്തെറിയപ്പെടുവാൻ പോകുകയാണ്. ചൂളയുടെ ചൂട് കൂടുമ്പോ കർത്താവ് അവിടെ ഉണ്ടോ? ഇല്ല. അവര് കാണുന്നില്ല കർത്താവിനെ അവിടെ. അതുപോലെ ചൂളയിലേക്ക് ഇവരെ എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് ഉണ്ടോ അവിടെ? അവര് കർത്താവിനെ കാണുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ ചൂളയിലേക്ക് വീഴുന്നതിന് മുമ്പേ ആ ചൂളയുടെ അകത്തിറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് കർത്താവിന്റെ സ്നേഹം. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവര് പറഞ്ഞത്, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അതിന് റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും അവന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അവൻ ഞങ്ങളെ വിടുവിക്കാതെ ഈ തീച്ചൂളക്കകത്ത് അവസാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, അവസാനിക്കുന്ന ഒരു വിശ്വാസ ജീവിതമാണ് ഞങ്ങളുടേതെങ്കിലും നിന്റെ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ദൈവത്തിന്റെ സ്തോത്രം.